യുക്തിഭദ്രമായിട്ടുള്ള ഒരു ദർശനമാണ് സാങ്ഖ്യദർശനം. സമ്പൂർണമായിട്ടുള്ള സാങ്ഖ്യദർശനം. അത് പറയാനുള്ള കാരണം ഭാരതത്തിൽ പിന്നീട് വന്ന എല്ലാ ദർശനങ്ങളും സാങ്ഖ്യദർശനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ സാങ്ഖ്യദർശനത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ദർശനങ്ങളും പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ഇന്നും അതിന് യാതൊരു മാറ്റവുമില്ല. അത്രയും ലോജിക്കലി കൺസിസ്റ്റൻ്റ് ആണ്, കോമ്പാക്റ്റ് ആണ്. ഇത് അതിൻ്റെ ചരിത്രമാണ്. ഇനി ഇതിൽ എന്താണ് ഈ സാങ്ഖ്യശാസ്ത്രം, എന്താണ് സാങ്ഖ്യ ദർശനത്തിൻ്റെ ലക്ഷ്യം, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്, അധികം ആളുകളിലേക്ക് എത്താത്തതുമാണ് സത്യത്തിൽ സാങ്ഖ്യദർശനം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അതായത് ഒരു മനുഷ്യൻ അയാൾ പ്രശ്നങ്ങൾ വരുമ്പോൾ, സങ്കീർണതയിൽ അകപ്പെടുമ്പോൾ, അയാളൊരു കെയോസിൽ അകപ്പെടുമ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യണം? അപ്പോൾ പ്രശ്നങ്ങൾ വരും, സ്വാഭാവികമാണ്, പ്രശ്നങ്ങൾ വരും. അതിനെ എങ്ങനെ സോൾവ് ചെയ്ത് മുന്നോട്ട് ജീവിതം നയിക്കുന്നതാണ് സത്യത്തിൽ ഒരാളുടെ വിജയം കിടക്കുന്നത്. അപ്പോൾ അത്രയും കാലം മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശാരീരികമായ പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ മനുഷ്യൻ ബുദ്ധിമുട്ടി, അതുപോലെ അതിൻ്റെ സങ്കീർണതയിൽപ്പെട്ട് പല പല പ്രശ്നത്തിലും ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളതാണ് സാങ്ഖ്യദർശനത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം. അപ്പോൾ അദ്ദേഹം അന്ന് നിലനിന്നിരുന്ന എല്ലാ കാര്യങ്ങളും അത് പരിശോധിച്ചു. എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരൻ മുതൽ അന്നത്തെ കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന രാജാവ് വരെ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളും എല്ലാം അന്ന് നിലനിന്നിരുന്ന, അതിന് വേണ്ടി ഉത്തരം കണ്ടെത്തിയിരുന്ന പല കാര്യങ്ങളും കർമ്മങ്ങളും പദ്ധതികളും എല്ലാം നോക്കിയപ്പോൾ, എല്ലാം പരീക്ഷിച്ച കാര്യങ്ങൾ കപിലമുനി എക്സാമിൻ ചെയ്തപ്പോൾ അതിൽ പലതും അപര്യാപ്തമാണ്, ഇൻസഫിഷ്യൻ്റ് ആണ്, ഇൻഎഫക്റ്റീവാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവ് ആക്കേണ്ടത് എന്നുള്ള അമൂല്യമായ നിർദ്ദേശങ്ങളാണ് പിന്നെ സാങ്ഖ്യർ കാഴ്ചവെക്കുന്നത്. അതിലേക്കൊന്ന് നമുക്ക് എത്തി നോക്കാം. വരും ദിനങ്ങളിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്.